इस दुनिया में अगर जन्नत है ओ तो बूढ़ा बस वाले, यही है, यही है, यही है। Nisa gari, nisa gari sa, nisa maga, ya maga ma. Nisa gari sa, nisa maga, ya maga maga ma. Ni sa ni ba ma ma ni pa gari. Kama ni sa ni ba ma ma ni pa gari. ഓരോ സൂര്യോദയവും പുതിയ പ്രതീക്ഷകളെ നൽകുന്നു. പ്രതീക്ഷാഭരിതനായിട്ടാണ് ഉസ്മാന്റെ ഇന്നത്തെ യാത്രയും തുടങ്ങുന്നത്. സ്വപ്നഗ്രന്ഥികളെപ്പോലും കരിയിച്ചു കളയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ വാടാതെ വിടരാനായി ഉസ്മാൻ യാത്ര തുടരുന്നു. ഉസ്മാന്റെ ഒരു ദിവസ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ओ कूड़ा वाले, देखो ये हमें कैसे बोलते हैं, ये हमारा हम इसी गंदे हाथों से कूड़ा उठाते हैं, फिर हम लोग को कैसे बुलाते हैं। ये हमारा जिंदगी जन्नत बन गया है, तो जैसे हम कहेंगे कि हमारा जन्नत है। തള്ളപ്പെട്ട ചീഞ്ഞളിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങളിൽ മുത്തുകളെ സ്വപ്നം കാണുന്നവരാണ് റാക്ക് പിക്കേഴ്സ്. തള്ളപ്പെടുന്നതിൽ നിന്നും കൊള്ളിക്കാവുന്നതിനെ തെരഞ്ഞു പിടിക്കുന്നവർ. ഇവർ സമരം ചെയ്താൽ നമ്മുടെ നഗരം മുഴുവൻ ദുർഗന്ധപൂരിതമാകും. 40,000 വരുന്ന ദില്ലിയിലെ റാക്ക് പിക്കേഴ്സിൽ ഒരുവനായി ഉസ്മാൻ. ബംഗാളിൽ നിന്നും ദില്ലിയിലേക്ക് കുടിയേറിയവനാണ് ഉസ്മാൻ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുംബത്തെ കരകയറ്റാൻ പഠനം മതിയാക്കി. പിതാവിൻ്റെ ജോലി ഏറ്റെടുത്തു. ഒരു മുറ പോലെ വിവാഹവും ഒരു കൈക്കുഞ്ഞും. ഉസ്മാന്റെ സ്വപ്നങ്ങൾക്ക് 7 നിറങ്ങളുടെ പ്രശോഭയുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും ജീവിതത്തെ പടുത്തുയർത്താനാവുന്ന സങ്കേതങ്ങളെ അന്വേഷിക്കുകയാണ് ഉസ്മാൻ.
അമ്പരചുംബികളായ സൗധങ്ങളും ധാരാളിത്തത്തിൻ്റെ മണിമേടകളും തള്ളുന്ന മാലിന്യ കൂമ്പാരം മാത്രമാണ് ഈ പട്ടണത്തിൽ ഉസ്മാന് തൻ്റേതെന്ന് അവകാശപ്പെടുവാനുള്ളത്. ഈ മാലിന്യ കൂമ്പാരത്തെ ചുമലിലേറ്റി പാർശ്വങ്ങളിലേക്ക് എത്തിച്ച് അവയെ സംസ്കരിക്കുന്ന ജോലി എത്ര ഭംഗിയായി ഉസ്മാൻ നിർവഹിക്കുന്നു. ഈ യാത്ര തൻ്റെ വാസസ്ഥലത്തേക്കാണ്. മാലിന്യത്തിൻ്റെ ഗന്ധവും മലിനപ്പെട്ട ജലവും മാലിന്യ കൂമ്പാരം അതിരുകളുമായുള്ള തൻ്റെ വാസസ്ഥലം. ഇവിടെ ഈ മാലിന്യ കൂമ്പാരത്തെ ഇറക്കി വയ്ക്കുകയാണ് ഉസ്മാൻ. വിഴുപ്പുകൾക്കിടയിൽ നിന്ന് പ്ലാസ്റ്റിക്കുകളും ഇരുമ്പ് സാധനങ്ങളും തെരഞ്ഞു പിടിക്കുമ്പോൾ അത് ഉസ്മാന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായി ഉയരുന്നു. അവന്റെ വീട് തന്നെ പടുത്തുയർത്തിയത് തഴയപ്പെട്ട കാർഡ് ബോർഡുകൾ കൊണ്ടാണ്. വിഴുപ്പുകൾക്കിടയിലെ ജീവിതത്തിലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നവൻ, കുടുംബത്തോടൊത്ത് സന്തോഷിക്കുന്നവൻ, ജീവിത നിലവാരം ഉയർത്തുവാൻ അഹോരാത്രം അധ്വാനിക്കുന്നവൻ, ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം കിട്ടിയ തുകയിൽ മുഖ്യ പങ്കും വേർതിരിച്ച് കുടുംബത്തെ പോറ്റുവാൻ ഉപയോഗിക്കുന്നവൻ. ഉസ്മാൻ തളരുന്നില്ല. ലോകം തള്ളിയാലും തള്ളാത്ത അല്ലാഹുവിലുള്ള ആശ്രയം അവനെ വീണ്ടും മുൻപോട്ട് നയിക്കും. പ്രതീക്ഷ. സൂര്യാസ്തമനത്തിനു ശേഷവും ഒരു സൂര്യോദയം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പ്രതിസന്ധികളുടെ ക്യാൻവാസിൽ പ്രതീക്ഷകളുടെ നിറക്കൂട്ടുകളെ ചാലിച്ച് ജീവിത ചിത്രം രചിക്കുകയാണ് ഉസ്മാൻ. നിരാശപ്പെടാതെ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ച് പ്രതീക്ഷകളോടെ ജീവിക്കുന്ന ഉസ്മാൻ ജീവിതത്തോടുള്ള ഒരു പുത്തൻ സമീപനം നമുക്ക് കാണിച്ചു തരുന്നില്ലേ?